ഫസ്റ്റ് ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റായ ആദികാൽ ഹിന്ദി സാഹിത്യത്തിലെ മുഖ്യ വിശേഷതായം എന്ന ഈ പാഠഭാഗമാണ്. ഇതിൽ മെയിനായിട്ടും പറയുന്നത് ആദ്യകാലത്തിന്റെ എന്തെല്ലാമാണ് അതിന്റെ വിശേഷതകൾ എന്ന ഈ പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യകാലത്തിലെ നാമകരണം ഇതൊക്കെ നമ്മൾ മറ്റു പാഠഭാഗങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അതിന്റെ വിശേഷതകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. आदिकाल साहित्य का परिचय प्राप्त होता है. आदिकाल साहित्य कुछ നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെടാൻ പോകുന്നു. ആദികാൽ സാഹിത്യത്തെ വിശേഷതയെ സമझता है. ആദികാലിലെ സാഹിത്യത്തിന്റെ വിശേഷതകളെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നു. സിദ്ധ തഥാ നാദ സാഹിത്യ പ്രവൃത്തി से परिचय प्राप्त होता है. സിദ്ധ, നാദ, ജൈന എന്നൊക്കെ പറയുന്ന സാഹിത്യ വിഭാഗങ്ങൾ ആദ്യ സാഹിത്യത്തിൽ ഉണ്ടായിരുന്നു. അതിലെ സിദ്ധ, നാദ എന്ന് പറയുന്ന സാഹിത്യ ഭാഗങ്ങൾ നമ്മൾ ഇന്ന് കൂടുതലായിട്ട് പരിചയപ്പെടുന്നു. ജൈന സാഹിത്യത്തെ മുഖ്യ സന്ദർഭവും से परिचय प्राप्त होता है. जैन साहित्य कुछ നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ ഡിസ്കസ് ചെയ്യുന്നു. ചാരൻ സാഹിത്യത്തെ മുഖ്യ പ്രവൃത്തിയും से परिचय प्राप्त होता है. ചാരൻ, ഭാട്ടി എന്ന് പറയുന്ന രണ്ട് സാഹിത്യ വിഭാഗങ്ങളും രചനാകാരന്മാരും പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൽ ചാരൻ വിഭാഗത്തിലുള്ള സാഹിത്യത്തിന്റെ വിശേഷതകളും നമ്മൾ ഈ പാഠത്തിലൂടെ ഡിസ്കസ് ചെയ്യുന്നു. हिंदी साहित्य के प्रथम काल आदि काल में विभिन्न प्रकार के साहित्य देख सकते हैं. हिंदी സാഹിത്യത്തിലെ ആദികാൽ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ വളരെയധികം സാഹിത്യ വിഭാഗത്തിലുള്ള രചനകൾ ഉണ്ടായിരുന്നു. इनमें विभिन्न प्रवृत्तियों का समावेश भी होता है. പലതരത്തിലുള്ള പല ട്രെൻഡിലുള്ള സാഹിത്യ രൂപങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. आश्रयदाताओं की प्रशंसा, युद्धों का वर्णन, वीररस की प्रधानता, प्रेम और श्रृंगार का वर्णन आदि विभिन्न प्रवृत्तियों ആദികാല സാഹിത്യത്തെ വിശേഷതയായി. ആ കാലത്തിലെ പ്രധാനപ്പെട്ട വിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് വെച്ചാൽ ആശ്രയദാതാവും की പ്രശംസ. അന്ന് രാജാക്കന്മാരുടെ ഭരണകാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഭരിച്ചിരുന്ന രാജാക്കന്മാരെ കുറിച്ച് വർണ്ണിച്ചുള്ള സാഹിത്യങ്ങൾ എഴുതുക. വീരരസിക്ക് പ്രധാനത ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും. രാജാക്കന്മാരാകുമ്പോൾ വീരരസത്തിനായിരിക്കും അന്ന് യുദ്ധങ്ങളുടെ വർണ്ണനകളും വീരരസത്തിനാണ് അന്ന് പ്രാധാന്യം ഉണ്ടായിരുന്നത്. പ്രേം और श्रृंगार का वर्णन, അത് വീരരസത്തിന്റെ കൂടെ ഒപ്പം നിന്നിരുന്ന മറ്റൊരു രസമാണ് ശൃംഗാർ. ശൃംഗാര രസത്തിന്റെ വർണ്ണനയും അന്ന് കൂടുതലായിരുന്നു. ഇതെല്ലാമായിരുന്നു ആദ്യകാലത്തിലെ സാഹിത്യത്തിൽ നമ്മൾ प्रमुखमाയിട്ടും കണ്ടുകൊണ്ടിരുന്ന വിശേഷതകൾ. इन प्रवृत्तियों के आधार पर अधिकांश विद्वानों उपलब्ध रचनाओं की प्रामाणिकता पर विचार प्रकट किया है. ഈ വിശേഷതകളെല്ലാം നോക്കിക്കൊണ്ടാണ് അന്നത്തെ വിദ്വാൻമാർ ആദ്യകാലത്തിന് ആ പലതരത്തിലുള്ള നാമകരണങ്ങൾ കൊടുത്തിരുന്നത്. इसलिए इन रचनाओं और प्रवृत्तियों को अध्ययन के बिना आदिकाल का अध्ययन अधूरा है. ഇതുകൊണ്ട് തന്നെ ഈ രചനകൾ നമ്മൾ പഠിക്കാതെ ആദികാലത്തെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ആ രചനകളെ കുറിച്ചുള്ള വിശദമായ പഠനത്തിലൂടെ മാത്രമേ ആദികാലത്തിന്റെ വിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിലെ അടുത്ത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദികാലത്തിൽ നമ്മൾ ഓൾറെഡി മറ്റു ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളാണ്. നാലായിട്ട് തരംതിരിച്ചിരുന്ന ആദികാൽ, ഭക്തികാൽ, രീതികാൽ, ആധുനികാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോർഷൻസ് ആണ്. അതിന്റെ വർഷങ്ങളും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഏതെല്ലാം തരത്തിലാണ് ആദികാലത്തിൽ ഏതെല്ലാം തരത്തിലുള്ള രചനകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് എന്നാണ് നെക്സ്റ്റ് ഇതിൽ പറയുന്നത്. रचना प्रक्रिया के अनुसार आदिकाल में निम्नलिखित प्रकार के साहित्य उपलब्ध है. രചനകളുടെ അടിസ്ഥാനത്തിൽ ആദികാലത്തെ സാഹിത്യത്തെ താഴെ പറയുന്ന വിധത്തിലെല്ലാം വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സിദ്ധ സാഹിത്യ, നാദ സാഹിത്യ, ജൈന സാഹിത്യ, രാസോ സാഹിത്യ, ചാരൻ സാഹിത്യ और ലൗകിക സാഹിത്യ. ഇത്ര വിഭാഗത്തിലാണ് അന്നത്തെ രചനകളെ പ്രധാനമായിട്ടും തരംതിരിച്ചിരുന്നത്. അതിൽ സിദ്ധ, നാദ, ജൈന എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡീപ്പായിട്ട് ഓരോ പോർഷൻസിന് നോക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷനാണ് സിദ്ധ സാഹിത്യം. സിദ്ധ സാഹിത്യ
साहित्य का समय अपभ्रंश से हिंदी की ओर का विकास काल है. ഈ സിദ്ധ സാഹിത്യത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അപഭ്രംശ ഭാഷയിൽ നിന്നും ഹിന്ദി ഭാഷയിലേക്കുള്ള ആ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട രചനകളെയാണ് നമ്മൾ സിദ്ധ സാഹിത്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. सिद्धों तथा नादों ने साहित्य को अपना आदर्श प्रचार का उत्तम उपाय माना लिया है. ഈ സിദ്ധന്മാരും നാഥന്മാരുമെല്ലാം ഈ സാഹിത്യങ്ങളെ അവരുടെ മതങ്ങളെ പ്രചരിപ്പിക്കുന്നതിനും അവരുടെ ഉപദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അവരുടെ വിചാരങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള ഒരു ഉപാധിയായിട്ടാണ് സാഹിത്യത്തെ കണ്ടിരുന്നത്. सिद्ध साहित्य भक्ति काल के सगुण और निर्गुण भक्त कवियों को प्रभावित किया है. ഈ സിദ്ധ സാഹിത്യം ഭക്തികാലത്തിലെ നിർഗുണ സാഹിത്യം ഭക്തികാലത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. നിർഗുണ സാഹിത്യം സഗുണ സാഹിത്യം. അതിനെക്കുറിച്ച് നമ്മൾ ഭക്തികാലത്തിൽ എത്തുമ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കും. ഈ രണ്ടിനെയും സിദ്ധ സാഹിത്യം പ്രഭാവം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. बुद्ध धर्म से वज्रयान शाखा के 84 संतों को सिद्ध माने जाता है. ബൗദ്ധ ധർമ്മത്തിനെ വജ്രയാൻ എന്നും സഹജയാൻ എന്നും അങ്ങനെ പല വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ ബുദ്ധധർമ്മത്തിലെ വജ്രയാൻ ശാഖയിലുള്ള 84 സന്തന്മാരുടെ ആ ഒരു കൂട്ടത്തെയാണ് സിദ്ധന്മാർ എന്ന് പറയുന്നത്. ഇവരെ കുറിച്ചുള്ള ഡീപ്പായിട്ട് പഠനം നടത്തിയ ആളാണ് ആചാര്യ രാഹുൽ സംസ്കൃത്യായൻ. അദ്ദേഹമാണ് ഈ 84 സിദ്ധന്മാരെ കുറിച്ചുള്ള അറിവ് നമുക്ക് കൂടുതലായിട്ടും തരുന്നത്. इससे सबसे प्रसिद्ध एवं सर्वप्रथम सिद्ध सरहपा है. നമ്മൾ ഹിന്ദി സാഹിത്യം പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന ആദ്യ കവി എന്ന് പഠിക്കുന്നത് സർഹപ്പയാണ്. ഈ സർഹപ്പ വരുന്നത് സിദ്ധ സാഹിത്യത്തിലാണ്. ഇതിൽ പറയുന്നത് इसमें सबसे प्रसिद्ध एवं सर्वप्रथम सिद्ध सरहपയാണ്. അതായത് സിദ്ധ സാഹിത്യത്തിലെ ആദ്യത്തെയും ഏറ്റവും പ്രമുഖനുമായിട്ടുള്ള കവി എന്ന് പറയുന്നത് സർഹപ്പ ആണ്. सरहपा, शबरप्पा, लुईपा, कणहप्पा आदि प्रमुख सिद्ध कवियों है. ഇവരെല്ലാം സിദ്ധ സാഹിത്യത്തിലെ പ്രമുഖരായ സർഹപ്പയാണ് ഏറ്റവും മെയിൻ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ശബരപ്പ. പിന്നെ ശബരപ്പയുടെ ശിഷ്യനാണ് ലൂയിപ്പ. പിന്നെ കൺഹപ്പ തുടങ്ങിയവരെല്ലാം സിദ്ധ സാഹിത്യത്തിലെ പ്രമുഖരായ സാഹിത്യകാരന്മാരാണ്. समय की दृष्टि से इनमें सरहपा की सबसे प्राचीन है. സമയത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ സർഹപ്പയും അദ്ദേഹത്തിന്റെ രചനകളും ഏറ്റവും പുരാതനമായിട്ടുള്ളതാണ്, പ്രാചീനമായിട്ടുള്ളതാണ് ഇദ്ദേഹത്തിന്റെ കൃതികളെല്ലാം. सिद्ध कवियों ने समाज की झूठी मान्यताओं के प्रति आक्रोश व्यक्त किया. ഈ സിദ്ധ കവികളെല്ലാം തന്നെ സമൂഹത്തിൽ കാണപ്പെട്ടിരുന്ന ദുരാചാരങ്ങൾക്കെതിരെയും തെറ്റായ അനാചാരങ്ങൾക്കെതിരെയും ശക്തമായി പ്രതികരിച്ചിരുന്നു. साथ ही सत्कार्यों और सच्चारों को अपनाने का उपदेश. കൂടാതെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും നല്ല ഉപദേശങ്ങൾ നൽകുന്നതിനുമാണ് അവർ അവരുടെ രചനകളിലൂടെ ശ്രമിച്ചിരുന്നത്. സർഹപ്പ ദാൻ और परोपकार का उपदेश देता है. സർഹപ്പ ദാനത്തെക്കുറിച്ചും പരോപകാരത്തെക്കുറിച്ചും ധാരാളം പ്രമുഖമായ ദോഹകൾ എഴുതിയിരുന്നു. അതിലൊന്ന് നമുക്ക് നോക്കാം. पर और न किनको अतिना दयु दान एयु संसार कवनो फुलु वरु चहु अपानु. നമുക്കൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല. ഇത് എഴുതിയിരിക്കുന്നത് അപഭ്രംശ ഭാഷയിലാണ്. ഈ നായുടെ പ്രയോഗം അതിൽ കൂടുതലായിരിക്കും. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ദാനധർമ്മം ചെയ്യലാണ് ഈ ലോകത്ത് മറ്റെന്തിനേക്കാൾ മഹത്തായ കാര്യം എന്നാണ് ഈ 2 വരി ദോഹയിലൂടെ അദ്ദേഹം നമ്മളോട് പറയുന്നത്. സിദ്ധോं की काव्य भाषा अपनी रहस्यात्मकता के कारण സാന്ധ്യ ഭാഷയായി. സിദ്ധന്മാരുടെ ഭാഷയെ അതിന്റെ സാഹിത്യ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന പേരാണ് സാന്ധ്യ ഭാഷ എന്ന് പറയുന്നത്. दोहाकोश, गीति, चर्या, गीते, उपदेश, അജബ്രജ് ആദി സുപ്രസിദ്ധ സിദ്ധ കവി സർഹപ്പ की കൃതിയാണ്. ഇത് താഴെ പറയുന്ന സർഹപ്പയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ദോഹാകോഷ് എന്ന്. ദോഹാകോഷ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് സർഹപ്പയുടെ രചനയാണ് എന്നത്. പിന്നെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടാണ് ഗീതി, ചര്യ, ഗീത്, ഉപദേശ്, അജബ് വജ്ര തുടങ്ങിയതൊക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രചനകളാണ്. ശബരപ്പ की കൃതിയോं में ചര്യ, പദ്, വജ്രയോഗിനി, ആരാധന, വിധി ആദി പ്രമുഖ. ഇതെല്ലാം ശബരപ്പയുടെ പ്രധാനപ്പെട്ട രചനകളാണ്. യോഗ, രത്നമാല, വസന്ത തിലക് ആദി കൺഹപ്പ രചന. യോഗ, രത്നമാലയും വസന്ത തിലകും കൺഹപ്പ രചിച്ചതാണ്. ഇത്രയുമാണ് സിദ്ധന്മാരെ കുറിച്ച് നമുക്ക് ഈ പാഠത്തിൽ നോക്കാനുള്ളത്. സിദ്ധന്മാരെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വളരെ കുറച്ചൊരു പോർഷനെ പഠിക്കാനുള്ളൂ. അപ്പൊ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതാണ് സർഹപ്പ, ശബരപ്പ, കൺഹപ്പ തുടങ്ങിയ ആളുകൾ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാദസാഹിത്യത്തെ പറ്റിയാണ്. ഈ സിദ്ധ സാഹിത്യത്തിന് ശേഷം കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് നാദസാഹിത്യം. എന്താണ് നമുക്ക് നോക്കാം.
निर्गुण या रूपहीन परंपरा पर विश्वास कर हठ योग पर महत्व दिए गए संतों को नाद करते हैं. ഈ നാദ സാഹിത്യം നമ്മൾ പറഞ്ഞ ഭക്തികാലത്തിൽ രണ്ട് വിഭാഗമുണ്ട്, നിർഗുണം സഗുണം. ഈ നിർഗുണം എന്ന് പറയുന്നത് ഈശ്വരന് രൂപമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നിർഗുണരെങ്കിൽ ഈശ്വരന് രൂപമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് സഗുണർ എന്ന് പറയുന്നത്. ഇതില് നാഥന്മാര് നിർഗുണ ഭക്തിയാണ്, അതായത് ഈശ്വരന് രൂപമില്ല എന്ന് വിശ്വസിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് നാദ സാഹിത്യത്തിൽ ഉള്ളത്. കൂടാതെ അവർ ഹഠയോഗ പർ മഹത്വ ദിയേ, അവർ ഹഠയോഗിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഹഠയോഗ എന്ന് പറഞ്ഞാൽ ഹ എന്ന് പറഞ്ഞാൽ സൂര്യനും ഠ എന്ന് പറഞ്ഞാൽ ചന്ദ്രനും. സൂര്യചന്ദ്രന്മാരെയാണ് അവര് ദൈവത്തിന് പകരം ദൈവതുല്യരായി കാണുന്നത്. അവരെയാണ് അവർ ഓരോ ദിവസവും ആരാധിക്കുന്നത്. അതിനെയാണ് ഹഠയോഗിനാണ് അവര് പ്രാധാന്യം കൊടുത്തിരുന്നത്. നാദപന്ത് കെ പ്രവർത്തക് ആദിനാഥ് അർത്ഥാത് ശിവ മാനെ ജാതാ ഹൈ. ഈ നാദ സമ്പ്രദായത്തിന്റെ ആദ്യ പ്രവർത്തകൻ എന്ന് പറയുന്നത് ആദിനാഥാണ്. ആദിനാഥ് എന്ന് പറഞ്ഞാൽ സാക്ഷാത് ശിവനെയാണ് അവർ ആദിനാഥ് എന്ന് പറയുന്നത്. जिनके प्रमुख शिष्य के रूप में മത്സ്യേന്ദ്രനാഥ് का नाम माना जाता है. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടാണ് മത്സ്യേന്ദ്രനാഥിനെ കാണുന്നത്. മത്സ്യേന്ദ്രനാഥ് के शिष्यों की परंपरा की काफी विस्तृति. മത്സ്യേന്ദ്രനാഥിന്റെ ശിഷ്യന്മാര് വളരെ വിസ്തൃതമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഉണ്ട്. किंतु इनके प्रमुख शिक्षक गोरखनाथ है. പക്ഷേ എങ്കിലും ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഉണ്ട് എങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ഗോരഖനാഥ്. ഈ ഗോരഖനാഥിനെയാണ് നമ്മൾ നാദ സമ്പ്രദായത്തിന്റെ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. നാദ സമ്പ്രദായಕ್ಕೆ മാർഗദർശി ആചാര്യ ഗോരഖനാഥ് ഹെ. ഈ നാദ സമ്പ്രദായത്തിന്റെ മാർഗദർശിയായിട്ടുള്ള ആചാര്യനാണ് ആര്? ഗോരഖനാഥ്. गोपी चंद भर्तृहरि आदि भी नाद संप्रदाय के प्रसिद्ध कवि. ഈ ഗോരഖനാഥിനെ കൂടാതെ ഗോപി ചന്ദ് ഭർതൃഹരി എന്നിവരും ഈ നാദ സമ്പ്രദായത്തിലെ പ്രസിദ്ധരായ കവികളാണ്. नादयोगियों ने हिंदू तथा मुसलमान दोनों धर्मों के लोगों को अपने पंथ में शामिल किया. ഈ നാദയോഗികൾ ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും രണ്ടു കൂട്ടരെയും തങ്ങളുടെ ഈ മാർഗത്തിലേക്ക് വരാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. നാദ കവിയോं ने गुरु को बहुत अधिक महत्व दिया है. നാദന്മാരുടെ മറ്റൊരു പ്രത്യേകത അവർ ഈശ്വരനേക്കാൾ മുകളിൽ കണ്ടിരുന്നത് ആരെയാണ്? ഗുരുക്കന്മാരെയാണ്. നാദ നിർജ്ജൻ അഗ്നി കാഹു ഗുരുദയാൽ ആഖ്യാതോ പാവു. അവർ പറയുന്നത് ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടത് ഗുരുക്കന്മാരെയാണ്, കൂടാതെ അവരുടെ വാക്കുകളെയാണ് നമ്മൾ ഏറ്റവും വില കൊടുത്ത് കൊടുക്കേണ്ടത് എന്നാണ് ഈ നാഥന്മാർ പറയുന്നത്. ഇത്രയുമാണ് നാദ സമ്പ്രദായത്തിൽ നമ്മളെ ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ഗോരഖനാഥ് ആണ് നാദ സമ്പ്രദായത്തിന്റെ പ്രവർത്തകൻ നോക്കണം, ഹഠയോഗ ശ്രദ്ധിക്കണം, കൂടാതെ ഇവര് നിർഗുണ ഭക്തിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇത്രയും മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ജൈന സാഹിത്യമാണ്. ഇതിന് ശേഷം വരുന്നതാണ് ബൗദ്ധന്മാരും ജൈനന്മാരും. നമ്മൾ ഓൾറെഡി ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ വരുന്നതാണ് ജൈന സാഹിത്യം. प्राचीन काल में भारतवर्ष में जैन धर्म का उन्मेष बौद्ध धर्म के उन्मेष के साथ ही हुआ है. പ്രാചീന കാലഘട്ടത്തിൽ ഭാരതത്തിൽ ബൗദ്ധമതം പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ജൈന മതത്തിന്റെ പ്രചാരവും ഉണ്ടായിരുന്നു. ഈ രണ്ട് മതങ്ങളും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. आदि काल के जैन साहित्य भी बौद्ध साहित्य के समान संपन्न है. ആദികാലത്തിലെ ജൈന സാഹിത്യവും ബൗദ്ധ സാഹിത്യത്തെ പോലെ സാഹിത്യത്തിൽ വളരെയധികം സമ്പന്നമായിരുന്നു. जैन साहित्य के प्रमुख साहित्यकारों में स्वयंभू का महत्वपूर्ण स्थान है. ജൈന സാഹിത്യത്തിൽ സിദ്ധന്മാരുടെ സർഹപ്പയെ പോലെ തന്നെ ജൈന സാഹിത്യത്തിലെ പ്രമുഖനായ കവിയാണ്, സാഹിത്യകാരനാണ് സ്വയംഭൂ. പൗമചര്യു, സ്വയംഭൂ ചന്ദ് തഥാ റിട്ടോണമി ചര്യു ആദി ഉല്ലേഖനി അദ്ദേഹത്തിന്റെ പ്രമുഖമായ രചനകളാണ്. ഏറ്റവും പ്രമുഖമായതാണ് പൗമചര്യു, കൂടാതെ സ്വയംഭൂ ചന്ദ് തഥാ റിട്ടോണമി ചര്യു ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രമുഖമായ രചനകളാണ്. जैन धर्म का विस्तार देश के पश्चिमी भाग अर्थात राजस्थान गुजरात आदि तक सीमित रहा है. ഈ ജൈനധർമ്മം എന്ന് പറഞ്ഞ ഭാരതത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് കൂടുതൽ വ്യാപിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പറയുന്ന രാജസ്ഥാൻ ഗുജറാത്ത് എന്ന് പറയുന്ന ആ മേഖലകളിലാണ് ജൈന സാഹിത്യം കൂടുതലായും ഉണ്ടായിരുന്നത്. ആദികവ്യം 13वीं शताब्दी के आसपास जैन कवियों द्वारा रचित अनेक रचनाएं प्राप्त होती. 13ാം നൂറ്റാണ്ടിന്റെ ആസ്പാസ് ഏകദേശം ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ജൈന സാഹിത്യത്തിലുള്ള കവികളെ കുറിച്ചുള്ള അറിവ് നമുക്ക് ആ ഒരു കാലഘട്ടത്തിലാണ് ഇവർ ജീവിച്ചിരുന്നത് എന്ന അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. ജിൻകി ഭാഷ അപഭ്രംശ്, അവരുടെ ഭാഷ അപഭ്രംശ്
ആയിരുന്നു. जैन कवियों की कृतियों काव्यात्मक दृष्टि से बहुत श्रेष्ठ भले न हो, ഭാഷാ का प्रयोग की दृष्टि से महत्वपूर्ण है. ഈ ജൈന സാഹിത്യത്തിലെ കൃതികൾ സാഹിത്യത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ വലിയ സംഭവമൊന്നും ആയിരുന്നില്ല, അതിന് വലിയ സാഹിത്യ രചനകളൊന്നും ആയിരുന്നില്ല. പക്ഷേ അപഭ്രംശി എന്ന ഭാഷയെ പഠിക്കുവാൻ വേണ്ടി നമ്മൾക്ക് റിസർച്ച് ചെയ്യുമ്പോൾ ഈ ജൈന സാഹിത്യം നമുക്ക് വളരെയധികം ഉപകാരപ്പെട്ടിരുന്നു ഭാഷ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ജിസ്കാ ഏക് ഉദാഹരണം, അതിൽ ജൈന അപഭ്രംശിയിലുള്ള 2 വരികളാണ് താഴെ തന്നിരിക്കുന്നത്. बचिया सरल वियप परम समाई रंकित जब इदकी साधनों से शिव सुग बम्नति. വായിക്കുമ്പോൾ ഭയങ്കര ഹിന്ദി തന്നെയാണ്, പക്ഷെ അത് അപഭ്രംശിലാണ് എന്ന് മാത്രം. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: സകല വികല്പോं को त्याग कर जो परम समाधि प्राप्त करते हैं और आनंद का अनुभव कराते हैं उन्हें मोक्ष सुख कहते हैं. ഏതൊരു വ്യക്തിയാണോ എല്ലാ തരത്തിലുള്ള നമ്മുടെ സുഖ ദുഃഖങ്ങളെ ത്യജിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് അടുക്കുന്നത്, അപ്പോൾ അതിൽ നിന്നും അവന് ആനന്ദം ലഭിക്കുന്നത്, അവനാണ് മോക്ഷം ലഭിക്കുക എന്നാണ് ഈ 2 വരികളിലൂടെ പറയുന്നത്. जैन अपभ्रंश साहित्य के प्रमुख कवियों में सबसे महत्वपूर्ण कवि स्वयंभू है. ജൈന സാഹിത്യത്തിൽ ഒട്ടേറെ മഹത് കവികൾ ഉണ്ട് എങ്കിലും ഏറ്റവും പ്രമുഖനായിട്ടുള്ള കവിയാണ് സ്വയംഭൂ. അദ്ദേഹം ജീവിച്ചിരുന്നത് 8ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ജിസ് ജൈന പ്രബന്ധാത്മക കാവ്യ പ്രഥമ കവി മാനെ ജാത്തെ ഹെ. അദ്ദേഹത്തെയാണ് ജൈന പ്രബന്ധാത്മകമായ കാവ്യങ്ങൾ രചിച്ചതിൽ ആദ്യത്തെ കവി എന്ന് പറയുന്നത്. അപഭ്രംശ ഭാഷ का വാൽമീകി कहे जाने वाले स्वयंभू. അപ്പൊ അപഭ്രംശ ഭാഷയുടെ വാൽമീകി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ആരെ? സ്വയംഭൂവിനെ. अपभ्रंश भाषा का वाल्मीकि स्वयंभू जाने वाले कवि की बहुत रचनाएं उपलब्ध नहीं. അദ്ദേഹം ഒരുപാട് രചനകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാ രചനകളും നമുക്ക് ഇന്ന് ഉപലബ്ധമല്ല, നമുക്കതൊന്നും ലഭിച്ചിട്ടില്ല. लेकिन पौमचर्यु स्वयंभू चंद तथा नायकुमारचर्यु आदि को इनकी रचनाएं माना है. നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകൾ പ്രകാരം പൗമചര്യു, സ്വയംഭൂ ചന്ദ്, നായ്കുമാർചര്യു തുടങ്ങിയതെല്ലാം ഇത് അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകളായിട്ട് നമ്മൾ കരുതുന്നു. ഇത്രയുമാണ് ജൈന സാഹിത്യം. അപ്പോൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ജൈന സാഹിത്യത്തിൽ ഏറ്റവും പ്രമുഖനായ കവി ആരാണ്? സ്വയംഭൂ ആണ് എന്നുള്ള ഒരു പോയിന്റ് ആരും മറക്കാൻ പാടില്ല. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് രാസോ സാഹിത്യം. ആദ്യകാലത്ത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ? രാസോ സാഹിത്യമാണ് അല്ലെ. രാസോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പൃഥ്വിരാജ് രാസോ, അതിനെ കുറിച്ചുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രാസോ സാഹിത്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദി കെ രഹസ്യ ശബ്ദക്കോ പ്രാകൃത ഭാഷാമേ രാസോ കഹത്തെ ഹെ. ഈ രാസോ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത് ഹിന്ദിയിലെ രഹസ്യം എന്ന വേർഡിനെ പ്രാകൃതത്തിൽ രാസോ എന്നാണ് പറയുന്നത് എന്നും അതിൽ നിന്നാണ് രാസോ സാഹിത്യം ഉണ്ടായത് എന്നും പറയുന്നു. आचार्य रामचंद्र शुक्ल के मत में रासो शब्द का संबंध रासायन से होता है. പക്ഷെ ആചാര്യ രാമചന്ദ്ര ശുക്ല പറഞ്ഞത് രാസോ എന്ന വാക്ക് രാസായൻ എന്ന ശബ്ദത്തിൽ നിന്നുമാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. श्रृंगार और वीर रसात्मक काव्य रासकिया रासो नाम से अभिहित किया जाता है. ശൃംഗാര രസവും വീരരസവും നിറഞ്ഞ രചനകളാണ് രാസോ സാഹിത്യത്തിൽ കൂടുതലായിട്ടും ഉള്ളത്. യുദ്ധത്തിന്റെ വർണ്ണങ്ങളും സ്ത്രീകളെ കുറിച്ചുള്ള വർണ്ണനകളുമാണ് രാസോ സാഹിത്യങ്ങളിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. പ്രബന്ധ കാവ്യ के रूप में उपलब्ध सबसे प्राचीन ग्रंथ पृथ्वीराज रासो. ഈ പ്രബന്ധ കാവ്യങ്ങളായിട്ട് നമുക്ക് ലഭിച്ചതിൽ ഏറ്റവും മഹത്വപൂർണമായിട്ടുള്ള പ്രാചീനമായിട്ടുള്ളതായിട്ട് രാസോ ഗ്രന്ഥമാണ് പൃഥ്വിരാജ് രാസോ. ഈ പൃഥ്വിരാജ് രാസോ എഴുതിയത് ചന്ദ് ബർദായി ആണ്. ചന്ദ് ബർദായിയുടെ പൃഥ്വിരാജ് രാസ് ചൗഹാനെ കുറിച്ച് എഴുതിയ രാസോ ഗ്രന്ഥമാണ് പൃഥ്വിരാജ് രാസോ. വീരഗീത് के रूप में उपलब्ध प्राचीन ग्रंथ है बीसरदेव रासो. വീരഗീത് അതായത് വീസർദേവ രാസോ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ വീരരസത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് നരപതി നാരഹാണ്. അദ്ദേഹം എഴുതിയ ഈ ഗ്രന്ഥത്തിൽ വീരരസത്തെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. ജഗനികി നാമ കവി കൃത് പരമാൽ രാസോ. ജഗനിക് എഴുതിയ പരമാൽ രാസോ. അതിന്റെ മറ്റൊരു പേരാണ് ആൽഹാഗണ്ട്. നമ്മളൊരു ജസ്റ്റ് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. കൂടാതെ ഷാരംഗധർ എഴുതിയതാണ് ഹമ്മീർ രാസോ. ദളപതി വിജയ് എഴുതിയതാണ് ഗുമ്മാൻ രാസോ. ഇതൊക്കെ ആദ്യകാലത്തിലെ പ്രമുഖമായ രാസോ ഗ്രന്ഥങ്ങൾ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാസോ ഗ്രന്ഥങ്ങളെ കുറിച്ച് നമുക്ക് ചിലപ്പോൾ 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ഗ്രന്ഥങ്ങളുടെ പേരും കൂടി നമ്മൾ എഴുതിയിട്ട് വേണം എഴുതാൻ. അപ്പോഴേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ.
കൂടാതെ पृथ्वीराज रासो आदिकालीन वीर काव्यों में चंद वैविध्य परंपरा का सर्वश्रेष्ठ महाकाव्य है. ഈ പൃഥ്വിരാജ് രാസോ ആദ്യകാലങ്ങളിലെ ചന്തുകളുടെ ഉപയോഗത്തിൽ വളരെയധികം വൈവിധ്യത കാണിക്കുന്ന ഒരു ഗ്രന്ഥമായിരുന്നു. ഒരുപാട് ചന്തുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരുപാട് പ്രാവശ്യം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചന്തുകളുടെ വൈവിധ്യപൂർണമായ വർണ്ണനയാണ് പൃഥ്വിരാജ് രാസോയിൽ ഉള്ളത്. ഈ ചന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ നമ്മൾ കവിത പഠിക്കുമ്പോൾ വൃത്തം എന്ന് പറയില്ലേ, അതാണ് ഹിന്ദിയിൽ നമ്മൾ ചന്ത് എന്ന് പറയുന്നത്. വൃത്തം തിരിക്കുന്ന പോലെയാണ് നമ്മൾ ചന്ത് ഗുരു ലഘു ഒക്കെ വെച്ചിട്ട് തിരിക്കുന്നത്. ഇസെ ഹിന്ദിക്ക് പ്രഥം മഹാകാവ്യമാണ്. അപ്പൊ ഹിന്ദിയിലെ ആദ്യത്തെ മഹാകാവ്യം ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത് പൃഥ്വിരാജ് രാസോ. ലഘുഭഗ് 2500 പൃഷ്ഠോം കാ ഹെ. ഇതിൽ ഏകദേശം 2500 പേജുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ ഇസ്മേ 69 സമയം, ഇതിൽ 69 സമയങ്ങളുണ്ട്. സമയം എന്നതിന്റെ അധ്യായങ്ങൾക്ക് പറയുന്ന പേരാണ് സമയം. 69 അധ്യായങ്ങൾ ഇതിൽ ഉണ്ട്. इसके रचयिता दिल्ली के राजा पृथ्वीराज चौहान के मित्र राजकवि एवं सेनाधिपति चंद बरदाई ആണ്. ഈ പൃഥ്വിരാജ് രാസോ എഴുതിയത് പൃഥ്വിരാജ് ചൗഹാന്റെ മിത്രവും ഏറ്റവും അടുത്ത മിത്രവും രാജകവിയും കൂടാതെ സേനാപതിയുമായിരുന്ന ചന്ദ് ബർദായി ആണ് ഈ പൃഥ്വിരാജ് രാസോ എഴുതിയിട്ടുള്ളത്. इन ग्रंथों की प्रामाणिकता पर हिंदी के विद्वानों को बीच सर्वाधिक बहस हुई है. ഏറ്റവും കൂടുതലും ഈ പൃഥ്വിരാജ് രാസോ എന്നതിന്റെ പ്രാമാണികതയെ പറ്റി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് പൃഥ്വിരാജ് രാസോ. ഒരു വിഭാഗം സാഹിത്യകാരന്മാർ പറയുന്നത് പ്രാമാണികമാണ്, കാലക്രമാനുസാരത്തിലാണ്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് പ്രാമാണികമല്ല എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ് പൃഥ്വിരാജ് രാസോ. चंद बरदाई की मृत्यु तक यह ग्रंथ पूरा नहीं हुआ था. चंद के पुत्र जलहन ने इसे पूरा किया. ചന്ദ് ബർദായിയുടെ മരണസമയത്ത് ഈ ഗ്രന്ഥം പൂർണ്ണമായിരുന്നില്ല. ഇതിൽ 69 അധ്യായങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതിൽ 62 അധ്യായങ്ങളാണ് ചന്ദ് ബർദായി എഴുതിയിട്ടുള്ളത്. ബാക്കി വരുന്ന 7 അധ്യായങ്ങൾ അദ്ദേഹത്തിന്റെ മകനായ ജൽഹനാണ് പൂർത്തിയാക്കിയത്. ഇത്രയുമാണ് നമുക്ക് രാസോ സാഹിത്യത്തിൽ പഠിക്കാൻ. ഇതിൽ മെയിനായിട്ടും രാസോ സാഹിത്യത്തിൽ ആ രാസോ എന്ന ശബ്ദം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഭാഗം. പിന്നെ പൃഥ്വിരാജ് രാസോ ആണ് ആദ്യത്തെ മഹാകാവ്യം എന്നുള്ള ആ ഭാഗം. പിന്നീട് നമുക്ക് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് രാസോ ഗ്രന്ഥങ്ങളും അത് എഴുതിയ ആളുകളുടെ പേരും ഇത്രയും പോർഷൻസ് നമ്മൾ അതിൽ കവർ ചെയ്ത് പോകണം. നെക്സ്റ്റ് ഉള്ളത് ചാരൻ സാഹിത്യമാണ്. ചാരൻ സാഹിത്യം നമ്മൾ ചാരന്മാരെന്നും പാട്ടുകളെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എഴുത്തുകാരെ സഹായിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ചാരൻ പാട്ട് എന്നൊക്കെ പറയുന്നത്. ഈ ചാരൻ സാഹിത്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചാരൻ സാഹിത്യके संस्थापक के रूप में राजशेखर का महत्वपूर्ण स्थान है. ഈ ആദ്യകാലത്തിലെ മഹത്വപൂർണനായ ഒരു സാഹിത്യകാരനാണ് രാജശേഖർ. അദ്ദേഹമാണ് ചാരൻ സാഹിത്യത്തിന്റെ സ്ഥാപിക്കപ്പെട്ട ആള് എന്ന് പറയുന്നു. चारण साहित्य के ख्याति प्राप्त रचनाकारों में पिंगलाचार्य का नाम विशेष रूप में उल्लेखनीय है. കൂടാതെ ചാരണ സാഹിത്യത്തിന്റെ ഖ്യാതി പ്രശസ്തി ലോകം മുഴുവൻ പരത്താൻ വേണ്ടി സഹായിച്ചിട്ടുള്ള വിശേഷമായിട്ടുള്ള ഒരു ആചാര്യനാണ് പിംഗളാചാര്യ. കൂടാതെ സ്രോത സാഹിത്യ के रचयिता पुष्पदत्त, काव्य मीमांसा के लेखक राजशेखर, कथा सरित्सागर के रचयिता सोमदेव आदि भी नाम ചാരണ സാഹിത്യಕ್ಕೆ महत्वपूर्ण. ഇത്രയും പറഞ്ഞ ആളുകൾ കൂടി ചാരണ സാഹിത്യത്തിന്റെ പ്രശസ്തിക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള മഹാസാഹിത്യകാരന്മാരാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് ചാരൻ സാഹിത്യത്തിൽ പറയുന്നത്. അടുത്തതാണ് ലൗകിക് സാഹിത്യം. ആദ്യകാല में लौकिक साहित्य की भी रचना हुई है. ലൗകിക സാഹിത്യത്തിലെ രചനകളും ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. റോള കവി की डोला मारूरा दोहा, റോള കവി എഴുതിയ ഡോല മാരൂര ദോഹ, വസന്ത വിലാസ്, രാഹുൽ വേലെ, ഉക്തിവ്യക്തി പ്രകरण, वर्ण रत्नाकर, अमीर खुसरो की पहेलियां और मुखरियां, विद्यापति की पदावली आदि प्रमुख लौकिक साहित्य ग्रंथ है. ഇനി ഇതിൽ പറയുന്നത് റോള കവി എഴുതിയ ഡോല മാരൂര ദോഹ, വസന്ത വിലാസ്, രാഹുൽ വേല്, ഉക്തിവ്യക്തി പ്രകരണം, ജ്യോതിരീശ്വർ ഠാക്കൂറിന്റെ ഉക്തിവ്യക്തി പ്രകരണം, വർണ്ണ രത്നാകർ, അമീർ ഖുസ്രോയുടെ പഹേലി, മുഖേരിയ, വിദ്യാപതിയുടെ പദാവലി, ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ലൗകിക സാഹിത്യങ്ങളാണ്. ഇതിൽ നമ്മൾ അമീർ ഖുസ്രോവിനെയും വിദ്യാപതിയും പ്രത്യേകം നോട്ട് ചെയ്യണം. ഇത് ലൗകിക സാഹിത്യത്തിലെ പ്രമുഖരായ 2 വ്യക്തികളാണ് അമീർ ഖുസ്രോയും വിദ്യാപതിയും. അത് നമ്മൾ പ്രത്യേകം പഠിക്കണം. അപ്പൊ നമ്മൾ ഈ പാഠത്തിലെ ഇത്രയും
ഭാഗങ്ങളാണെന്ന് ചർച്ച ചെയ്തത്. പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്ത് काल विभाजन की समस्या നമ്മൾ ഓൾറെഡി മുൻ യൂണിറ്റിൽ ചർച്ച ചെയ്തതാണ്. काल विभाजन की समस्या എന്ന് പറഞ്ഞാൽ സാഹിത്യത്തെ കാലഘട്ടങ്ങളായി തിരിച്ചിട്ടുള്ള ആ ഒരു പ്രശ്നം. ആദികാൽ की नामकरण की समस्या ആദികാലത്തിന് പേര് കൊടുക്കുന്ന ആ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. രാസോ സാഹിത്യത്തിന്റെ വിശേഷത നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. ആദികാൽ പ്രമുഖ കവി ആദികാലത്തിലെ ഓരോ സാഹിത്യത്തിലെയും പ്രമുഖരായ കവികളെ കുറിച്ച് നമ്മൾ ഓരോനാഥൻ ജൈന് ഓരോന്നിനും തിരിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇതിന്റെയൊക്കെ വിശേഷതകൾ മൊത്തത്തിൽ നമുക്ക് ആദികാലത്തിന്റെ വിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീരത പ്രധാന രചനാവും की പ്രചുരത എന്തായിരുന്നു ആദികാലത്തിൽ വീരരസം തുളുമ്പുന്ന രചനയുടെ പ്രാധാന്യമായിരുന്നു ആദികാലത്ത് ഉണ്ടായിരുന്നത്. ഹിന്ദി സാഹിത്യത്തിലെ പ്രഥമ മഹാകാവ്യ പൃഥ്വിരാജ് രാസോ. പിന്നെ നമ്മൾ പഠിച്ചൊരു പോയിന്റ് ആണ് ഹിന്ദി സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകാവ്യമാണ് ഇത് പൃഥ്വിരാജ് രാസോ. പ്രബന്ധ एवं मुक्त दोनों रूपों में काव्य അന്ന് പ്രബന്ധ കാവ്യങ്ങളും ഈ കാവ്യങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. പ്രബന്ധ കാവ്യങ്ങളെന്നും മുക്തക കാവ്യങ്ങളെന്നും ഈ രണ്ട് തരത്തിലുള്ള കാവ്യങ്ങളും ആദ്യകാലത്തിൽ രചിക്കപ്പെട്ടിരുന്നു. प्रबंध एवं मुक्त दोनों रूपों में काव्य അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഡിംഗൽ എയർ പിംഗൽ ഭാഷാക പ്രയോഗം അന്നത്തെ ഈ അപഭ്രംശ പാലി പ്രാകൃത ഭാഷകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇത് രണ്ട് ശൈലിയാണ് ഡിംഗൽ ശൈലി പിംഗൽ ശൈലി. അത് രാജസ്ഥാനിയുടെ തന്നെ രണ്ട് തരം വെപ്പിൽപ്രജ് കൂടുമ്പോഴും അപഭ്രംശം കൂടുമ്പോഴൊക്കെ വരുന്ന വ്യത്യാസങ്ങളാണ് അത്. ടിങ്കലും പിംഗലും രാജസ്ഥാനിൽ ഉണ്ടായിരുന്ന രണ്ട് ഭാഷാ ശൈലികളാണ്. ഈ ശൈലിയിലുള്ള രചനകളും അന്ന് ധാരാളം ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണിത്. കാരണം ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വൺ വേഡ് ആയിപ്പോൾ ഒരുപാട് വൺ വേഡ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. കൂടാതെ 5 മാർക്കിൽ ഓരോന്നും ജൈന സാഹിത്യത്തെ കുറിച്ച് വർണ്ണിക്കാൻ വരും, ഓരോന്നിനെ കുറിച്ച് വർണ്ണിക്കാൻ വരും. അല്ലെങ്കിൽ മൊത്തത്തിലൊരു വലിയ എസ്സേ ആയിട്ട് ഒരു ആദികാലത്തിലെ സാഹിത്യത്തിന്റെ വിശേഷതകളും അത് ഒരു ഉദാഹരണങ്ങൾ വെച്ചിട്ട് തന്നെ എഴുതാൻ വരും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പോർഷനാണിത്. വളരെ രസകരമായ ഒരു പാഠഭാഗമാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.